ഏതൊരു നല്ലൊരു കാര്യവും സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ മഴ പെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. പുറത്ത് മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലൂടെ കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട്. ഈ പുതിയ തുടക്കത്തിൻ്റെ സംഭവങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ മാത്രമല്ല ഉള്ളത്, എൻ്റെ കൂടെ എൻ്റെ ഫുൾ സപ്പോർട്ട് തരുന്ന രണ്ട് വ്യക്തികളും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്പർ 1 ആഷിഖ്, നമ്പർ 2 ഷിഫിൻ. RJ ആണ് എന്നെ പോലെ. ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ജോയിൻ ചെയ്താൽ. എല്ലാം തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇപ്പം ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്താണെന്ന് അല്ലേ. അപ്പം കേരളാസ് നമ്പർ 1 പാവങ്ങളുടെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുൾ തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. ഇപ്പം മഴ പെയ്യുന്നുണ്ട്, കാറ്റടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഊരിയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം പിടിച്ച് സെറ്റപ്പാക്കി വെക്കാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇത് ഊരി കണ്ട മാർക്കം ചെയ്ത പോലെ ആയിപ്പോ. അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു സംഭവം. എന്തായാലും ഈ പോഡ്കാസ്റ്റിൻ്റെ പേര് ആക്ച്വലി അത് റിവീൽ ചെയ്യാം. മച്ചാൻസ് പോഡ്കാസ്റ്റ്. വീണ്ടും നല്ലതിന് എല്ലാത്തിനും കൈയടിക്കുന്നതാണ്. ഇനി ക്ലാപ്പ് കൂടുതൽ അടിക്കണ്ട, കേട്ടുകൊണ്ട് പോകുന്നവരടിക്കട്ടെ അല്ലേ. പോഡ്കാസ്റ്റ് കേൾക്കുന്നവർ അടിക്കട്ടെ. കുറേ നാളത്തെ ആഗ്രഹമാണ് ഈ പോഡ്കാസ്റ്റ് തുടങ്ങണമെന്ന്. ഒരു ഏകദേശം 2 വർഷത്തോളം ഉള്ള ഒരു ആഗ്രഹം അല്ലേ, പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് സെറ്റപ്പ് കിട്ടാനൊക്കെ ഇത്തിരി പാടായിരുന്നു. ഈ ഒരു സ്പേസ് തന്ന ആളിന് സ്പെഷ്യൽ നന്ദി കൊടുക്കണം. അത് വെപ്രാളത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഒരു ബിൽഡപ്പ് കൊടുക്കാന്ന് വെച്ചാൽ അതെ, ബാർബിക്യൂ സ്പേസ് ആണ്. ശരിക്കും എല്ലാ കാര്യത്തിനും എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പുള്ളിയോട് അവതരിപ്പിച്ചാലും ബാർബിക്യൂ സ്പേസിലെ ഓണർ നമ്മളടുത്ത് ഡബിൾ തംസപ്പ് കാണിക്കും. അപ്പം ബാർബിക്യൂ സ്പേസിന് സ്പെഷ്യൽ ഷൗട്ട് ഔട്ട്. അയ്യാ, ഇനി നിങ്ങൾക്ക് വേറൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ആ കഥ ഞാൻ പറഞ്ഞോട്ടെ ആ രീതിയിൽ അല്ലേ, മാന്യമായി അങ്ങ് പറയാം. ഈ പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സെലിബ്രിറ്റീസിനെ നമുക്ക് കൊണ്ടുവരണം, ഈ പോഡ്കാസ്റ്റ് ഒരു അടിപൊളി സെലിബ്രിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികൾ നമ്മളെ സമീപിച്ചു. പേരുകളൊന്നും പറയുന്നില്ല. പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേര് ട്രിവാൻഡ്രത്തുള്ളവരുണ്ട്, സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരുണ്ട്. അപ്പം ഒരുപാട് പേരെ നമ്മൾ സമീപിച്ചു. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ള, ആഷിക്ക് ഒരു നടൻ, അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമാണ്, ഒരു പാവപ്പെട്ട ഒരു നടൻ, ഭയങ്കര ആഗ്രഹമാണ് ഷിഫിനെ സിനിമയിൽ അഭിനയിക്കണമെന്ന്. അയാൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോവാണ്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ ആൾ സിനിമയിലൊക്കെ അഭിനയിച്ച് തിരിച്ചു വരാണ്. സിനിമ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോട്ടുകളൊന്നുമില്ല. അദ്ദേഹത്തിന് വിഷമാവോ? ഉറപ്പായിട്ട്. നമ്മളത് മറ്റേ കലാഭവമണിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, അതിനകത്തുണ്ട് ഉണ്ടല്ലോ ഇങ്ങനൊരു സാധനം ഉണ്ട്. അതായത് കലാഭവമണി ആദ്യമായിട്ട് അഭിനയിക്കാൻ പോയിട്ടുള്ള ഒരു സിനിമയിൽ അവസാനം എല്ലാരെയും കൂടെ കൊണ്ടിരുത്തിയിട്ട് സിനിമ കാണിക്കുമ്പോൾ കലാഭവമണി ഇല്ല. അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ ആൾക്കാർക്ക് വിഷമം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാം. അദ്ദേഹം സിനിമ അഭിനയിക്കുന്നു, അടിപൊളി വേഷം, സൂപ്പർ വേഷം. അദ്ദേഹം ഭയങ്കര ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്, സിനിമ ഇറങ്ങുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഫീല് എന്റെ ജീവിതത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാനൊരു സിനിമ അഭിനയിച്ചിട്ട് ആ സിനിമ ഇറങ്ങാതെ ഇറങ്ങി, അത് 4-5 വർഷം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അന്ന് ടിക്കറ്റ് കീറുന്ന ആള് മാത്രമേ ആ സിനിമ കണ്ടോളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ അതൊരു വലിയ ഭാഗ്യമാണ്. സിനിമ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ആ സിനിമ ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. അപ്പോഴത്തേക്ക് എന്റെ താടിയൊക്കെ നരച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥയായി. അതുപോലെയാണ് ഈ പോഡ്കാസ്റ്റ് തുടങ്ങണം സെലിബ്രിറ്റീസിനെ വെച്ച് തുടങ്ങണമെന്ന് പറഞ്ഞ് നമ്മൾ ഇനി സമീപിക്കാൻ കുറച്ച് സെലിബ്രിറ്റീസും കൂടെ ഉള്ളൂ അല്ലേ. അത്യാവശ്യം കത്തി നിൽക്കുന്ന സെലിബ്രിറ്റീസിൻ്റെ അടുത്തൊക്കെ പോയി. അവരുടെ അടുത്ത് പോയപ്പോൾ അവർ വരില്ല എന്നല്ല പറയുന്നത്, അവരുടെ തിരക്കുകൾ കാരണം അവർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അപ്പോൾ പിന്നെ നമ്മൾ വേറെയും കുറേ വഴികളിലൂടെ കുറേ കത്തി നിൽക്കുന്ന സെലിബ്രിറ്റീസിനെ നോക്കി, സിനിമ അല്ലാത്ത തന്നെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ആൾക്കാരെ നോക്കി. അവരും അവരുടെ തിരക്കുകൾ കാരണം വരാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ആയപ്പോൾ ആകെ ഉള്ള സെലിബ്രിറ്റീസ് 3 പേരേ ഉള്ളൂ, പാവങ്ങളുടെ സെലിബ്രിറ്റീസ്. അവിടെയും ഈ പോഡ്കാസ്റ്റിൽ അവതരിപ്പിക്കുകയാണ് ഷിഫിൻ, ആഷിഖ്, മാഹിൻ. അപ്പോൾ നമ്മളെന്തായാലും ഈ പോഡ്കാസ്റ്റിൽ 3 പേരും കാണും. ഇനി വരും ദിവസങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, വേറൊരു സെലിബ്രിറ്റി അപ്പുറത്ത് കാണുമായിരിക്കാം. ഈ പോഡ്കാസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ജൂൺ 8-ാം തീയതിയാണ്.
അപ്പോൾ ഈ ജൂൺ 8-ാം തീയതിയുടെ പ്രത്യേകത എൻ്റെ പിറന്ന നാളാണ്. ഹാപ്പി ബർത്ത്ഡേ മാഹിൻ മച്ചാൻ. രാവിലെ പറഞ്ഞു. അപ്പൊ ഇതിൽ കൂടെ മൈക്കിൽ കൂടെ പറയാം. കിട്ടൂല, എന്നെ കറക്റ്റ് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. കാരണം വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പിറന്നാളാണ്. ഒരു കേക്ക് ക്വാളിറ്റി ഓർമ്മ കേട്ടോ. പഴയ മറ്റേ 340p വീഡിയോ, 480p വീഡിയോ അന്നും ഇതേപോലെ തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് അന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് മൊബൈലായിരുന്നു യൂസ് ചെയ്തിരുന്നത്? സാംസങ് S10 പ്ലസ്. ഇത് തന്നെ ഐഫോൺ. ചേട്ടാ വീഡിയോ എടുത്ത് രാത്രി വീട്ടിൽ ഇരുന്ന് ബർത്ത്ഡേ നമ്മള് എന്നിട്ട് പ്രാങ്ക് ഷൂട്ട് ചെയ്യുന്നത് ഈ ഫോണിലായിരുന്നു. അന്ന് ജൂൺ 8-ാം തീയതിയാണ് എൻ്റെ ആദ്യ വ്ളോഗ് ഇറങ്ങുന്നത്. അത് ഇപ്പൊ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലായിരിക്കുകയാണ്. ഓർമ്മയുണ്ട് എന്താണെന്ന്? ഓർമ്മയുണ്ട്. ഞാൻ ആരാണ്, മാഹിൻ മച്ചാൻ എന്ന് പറയുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫുൾ ആയില്ല, അതല്ല കുറച്ചുകൂടെ. മാഹിൻ മച്ചാൻ ആരാണെന്ന് ചോദിക്കുന്നു. പിന്നെ അതില് മറ്റേ കാസ്റ്റിംഗ് പ്രാങ്ക് അല്ല, അതല്ല. എത്ര വർഷം? 5 വർഷം, എത്ര 5 6 നമ്മള് മാഹിൻ മച്ചാൻ ആരാണെന്ന് ചോദിക്കുന്നു. അല്ലടാ, മെയിൻ സാധനം അതല്ല. എനിക്കിപ്പോഴും വേണ്ട. അതായത് മാഹിൻ മച്ചാൻ ആരാണെന്ന് ചോദിച്ചിട്ട് മാഹിൻ മച്ചാൻ വ്ളോഗ് തുടങ്ങുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം അപ്പൊ നല്ല അഭിപ്രായമാണ്. പക്ഷെ ആർക്കും എന്നെ അറിയില്ല. അപ്പം കുറെ പേരൊക്കെ നല്ല അഭിപ്രായം, സൂപ്പർ മാഹിൻ മച്ചാൻ അല്ലേ എന്നെല്ലാം പറഞ്ഞില്ല. പക്ഷെ അവര് മാഹിൻ മച്ചാൻ ഏത് മച്ചാനാണെന്ന് മനസ്സിലായില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം ആഷിഖ് ആരാന്ന്. ആഷിഖ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. പോഡ്കാസ്റ്റിലെ ഹോസ്റ്റ് ആയിട്ടുള്ള ആഷിഖ് പറഞ്ഞോളൂ. ഇൻട്രൊഡക്ഷൻ പണ്ടേ പൊതുവെ ഒരു പേടിയാണ്. അതായത് ഞാൻ എന്താ പറയാ, എന്റെ കൊച്ചുമ്മയുടെ മോൻ. ഇത് പറയാനാണ് കുഞ്ഞമ്മയുടെ മോൻ. എന്റെ കുഞ്ഞമ്മയുടെ മോനാണ് ആഷിഖ്. നമ്മൾ പണ്ട് തൊട്ടേ റെസ്ലിംഗും ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ള കുറെ വൃത്തികെട്ട കാർട്ടൂൺസും നല്ല കാർട്ടൂൺസും വൃത്തികെട്ട പ്രവൃത്തി വെച്ചാല് നമ്മൾ ചെറിയ ചെറിയ റെക്കോർഡിങ്സ്, കാസറ്റ് റെക്കോർഡിങ്സ് ഒക്കെ അതൊക്കെ പറയാം. നമ്മുടെ ഈ കാസറ്റിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഓഡിയോ, ഇതുപോലെ സ്നിക്കോച്ച് ഓഡിയോസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുമായിരുന്നു. അതൊക്കെ കൊണ്ട് ഉമ്മാടെ ഫ്രണ്ടിലൊക്കെ കാണിക്കുമ്പോൾ കേൾപ്പിച്ചു കൊടുക്കും. അതായത് നമുക്ക് വായി തോന്നുന്ന രീതിയിലുള്ള പാട്ടുകൾ, നമ്മൾ തെറിപ്പാട്ടല്ല, പക്ഷെ പറയാൻ പറ്റാത്ത വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന പല രീതിയിലുള്ള കൊച്ചു കളിവിദ്യകൾ. അത് ഒരുപാട് നമ്മുടെ ഉണ്ട്. അത് ഓരോ ഇതിനായിട്ട് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാണിച്ച നമ്മുടെ കസിൻസ് ആണ് നമ്മൾ രണ്ടുപേരും. അപ്പം എൻ്റെ അനിയൻ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവനാണ് എല്ലാ തെണ്ടിത്തരത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ആഷിക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം IT വർക്ക് ചെയ്യാണ്. എഞ്ചിനീയറായിട്ട് ടെക്നോ പാർക്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യണം, NSTEP എന്ന് പറയുന്ന കമ്പനിയിൽ. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ടെക്നോളജി തന്നെയാണ്. അത് ചേട്ടനും അറിയാം, എനിക്കും അറിയാം. അതെ, ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാഷനാണ്. അപ്പം എസ്പെഷ്യലി പുതിയ സംഭവങ്ങൾ ഇറങ്ങുന്നതും ഫോൺ അല്ലെങ്കിൽ ഫോൺ ബേസിക്കലി എൻ്റെ പ്രൊഫഷൻ കൂടുതലും സെർവേഴ്സ്, കമ്പ്യൂട്ടേഴ്സുമായിട്ടൊക്കെ ഓറിയന്റഡ് ആണ്. അപ്പം പിന്നെ ഒരു ഗെയിമറും കൂടെയാണ്. ഗെയിമർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രീം ചെയ്യുന്നില്ല, സിംഗിൾ പ്ലെയർ ഗെയിംസ് ആണ് കൂടുതലും. അപ്പൊ അതിലും എനിക്കൊരു പണ്ട് മുതലേ ഉള്ള ഒരു ഇതുണ്ട്. അതിന്റെ ഒരു കഥയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഫസ്റ്റ് സാലറി ജോലി കിട്ടിയത് 2014 അപ്പൊ ഫസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 20-something റേഞ്ചിലായിരുന്നു. അപ്പൊ അത് പറയുന്നതിൽ കുഴപ്പമില്ല, 20,000 ആ ഒരു റേഞ്ചിലായിരുന്നു. എന്റെ സാലറി ഫസ്റ്റ് കിട്ടുന്ന 20,000 അല്ല, അതിന്റെ താഴെയാണ്. അത് 2012 എനിക്ക് ഊഹിക്കാന്നുള്ളേ ഉള്ളൂ. 2012 എനിക്കന്ന് അന്നത്തെ സമയത്ത് ഭയങ്കര ഒരു ഗിഫ്റ്റ് ആയിരുന്നു. പക്ഷെ 2014 നിനക്ക് 20 കിട്ടുന്നതും 2012 എനിക്ക് അതിന് താഴെ കിട്ടുന്നതും ഏകദേശം വലിയ വ്യത്യാസം. പക്ഷെ ഇപ്പം ഏതാണ്ട് അതുപോലെയൊക്കെ വാങ്ങിക്കുന്നത് ഒരിക്കലും സെയിം അല്ല. പക്ഷെ അതിനെക്കാട്ടും കൂടുതലാണ് മേടിക്കുന്നത്. അരിമനല്ലേ? അപ്പൊ ഇൻഫ്ലേഷൻ അതെ. അപ്പൊ ആ സമയത്ത് തന്നെ ഞാൻ ആദ്യം ഉമ്മാടുത്തും പാപ്പാടുത്തും പറഞ്ഞാണ്, ഫസ്റ്റ് സാലറി ഞാൻ വീട്ടിലത്തേക്കൊന്നും, അതെനിക്ക് നെഗറ്റീവ് വരും എന്നാലും ഞാൻ പറയാം, ഫസ്റ്റ് സാലറി എനിക്ക് ഒന്ന് വിട്ടു തരണം, വേറെ ഒന്നുമല്ല, എനിക്ക് കമ്പ്യൂട്ടറിൽ വയ്ക്കുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ വില വന്നിട്ട് എനിക്കോട് അതിന്റെ വില 24 എന്തോ ആയിരുന്നു. ബാക്കി എന്റെ അക്കൗണ്ടിൽ ഞാൻ എടുത്തതാണ്. അപ്പൊ ഫസ്റ്റ് സാലറി ഞാൻ വാങ്ങിച്ചു. വീട്ടിൽ പോകുന്ന വഴിക്ക് നേരെ ലോക്ടെക്കി കയറിയിട്ട് ഉണ്ടാവനും കയറി ഒരു GTX 960 NVIDIA വാങ്ങിച്ചുകൊണ്ട് ഞാൻ
വീട്ടിൽ പോയി അത് കണക്ട് ചെയ്ത് ഷർട്ട് പോലും മാറ്റിയില്ല, അത് ഉടുപ്പും കണക്ട് ചെയ്ത് ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് ഗെയിം ഉണ്ടായിരുന്നു, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കളിക്കുമ്പോൾ കിട്ടിയ ഒരു സുഖമുണ്ടല്ലോ. ഇന്ന് ഈ നിമിഷം വരെ ആ ഒരു ത്രില്ല് ഇതൊന്നും അതങ്ങനെയുണ്ട്. ഫസ്റ്റ് സാലറി, ഫസ്റ്റ് പർച്ചേസ്, ആ ഒരു സാധനം. അപ്പൊ എന്നെ പറഞ്ഞു വരുമ്പോ ഗെയിമിങ്ങിന്റെ ഒരു സംഭവം കൂടെ എനിക്ക് ഭയങ്കര എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ആഷിക്ക് അന്ന് കളിച്ച് തുടങ്ങിയ ഒരു ചാനലാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, എൻ്റെ കൂടെ തന്നെ ഒരു ചാനൽ ചുമ്മാ റൺ ചെയ്യാൻ വേണ്ടി അന്ന് തുടങ്ങിയിരുന്നെങ്കിൽ ഈഗിൾ ഗെയിമിംഗ് അല്ലെങ്കിൽ സായി പോപ്പിയുടെ കൂടെയൊക്കെ വളർന്നു വരുന്ന ഒരു കിടിലൻ ഗെയിമറായി മാറിയനെ ജഗദീഷ് സൊട്ടേഷ് എന്ന് പറയുന്ന ജഗതിയിലെ, അതായത് ട്രിവാൻഡ്രത്തെ ജഗതിയിലെ സൊട്ടേഷ് എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേര് ചുമ്മാ ഞാൻ പറയാം. ഒരു കിടിലം ഗെയിമറാണ്. സാധാരണ നമ്മളെ കട്ടിന്റെ അടിയിൽ പണ്ട് തുണ്ട് സി ഡി കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ നമ്മളിപ്പം അവന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തുണ്ട് സി ഡി അല്ല, പല സൈഡിലും ചെറിയ ചെറിയ ജോയ് സ്റ്റിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന, അതിന്റെ പേരെന്താണ് പറയുന്നത്, ബ്രിക്ക് ഗെയിം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ജിം എക്യുപ്മെന്റ്സ്, ജിമ്മിനോട് ഭയങ്കര പഠിച്ച സ്കൂളും അവരെല്ലാം എന്നും വന്ന ഓരോ ഗെയിം. പണ്ടേ നമ്മൾ GTA Vice City സാൻഡ്രീസ് എന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കമ്പ്യൂട്ടറിൽ ഒന്നും വർക്ക് ആവില്ല, അന്ന് കമ്പ്യൂട്ടറിലാണ് +2 കമ്പ്യൂട്ടർ സെറ്റ് ആയപ്പോൾ. അപ്പൊ അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കൗതുകമാണ്. നമ്മൾ കൺട്രോൾ ചെയ്ത് കളിക്കുന്ന ഒരു സാധനം, നമ്മൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് പോവുകയാണ്. പിന്നെ എസ്കേപ്പ് ഫ്രം ഒരു റിയാലിറ്റിയും കൂടെയാണ്. ആ സമയത്ത് നമുക്ക് ഇത്ര റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൂ. അപ്പം അതിലോട്ട് കയറുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്, ഒരു സിനിമ കാണുന്ന പോലത്തെ ഒരു ഫീലാണ്. ഒരു വലിയ ഒരു നെക്സ്റ്റും ഒക്കെ തന്നു, ഫസ്റ്റ് സാലറി, അതുപോലെ തന്നെ ഇപ്പോ അതിലും 10 ഇരട്ടിയായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ ഭാഗ്യം. എല്ലാവരുടെ സ്റ്റേജും മാറി. ഇപ്പൊ എന്റെ സ്റ്റേജ് ആയാലും ഞാൻ പറഞ്ഞ പോലെ 2012 ആഷിക്ക് 20 രൂപ മേടിച്ച പോലെ ഞാനും 2012 മേടിച്ചതാണ്. ആ ഒരു അതിപ്പോഴും പേയിങ് സ്കെയിലൊക്കെ മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഷിഫിനെ ഞാൻ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ കേക്ക് വേൾഡ് വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ ഇതിന് മുന്നേ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അല്ല, കേക്ക് വേൾഡിലാണ് കുറച്ചും കൂടെ ആടായിട്ട് അങ്ങനെ ഒരു. ഞാൻ എന്റെ 2ാമത്തെ വ്ളോഗില് മച്ചാനെ ഞാൻ ഓട്ടിച്ചിട്ട് പിടിച്ച്, എവിടെയെന്ന് അറിയാവോ, കനാക്കുന്നില്. മച്ചാൻ ഓടാൻ പറഞ്ഞ സമയത്ത് ഞാൻ പോയി പബ്ലിക് ഒപ്പീനിയൻ എടുക്കുകയാണ്. എന്റെ ആദ്യത്തെ പബ്ലിക് ഒപ്പീനിയൻ. ഇല്ല, കാർത്തിക് സൂര്യ, അത് ഇൻസ്പിറേഷൻ എന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരനെ കണ്ടിട്ടാണ് ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ വ്ളോഗിങ്ങിൽ എനിക്ക് എല്ലാ വേണ്ട ഗൈഡൻസ് തന്നത് പുള്ളിക്കാരനാണ്. അന്ന് ഓടിയിരുന്നപ്പോഴാണ് കണ്ടത്. അപ്പൊ ഞാൻ നടന്നിരുന്നെങ്കിൽ അവന് കാണാൻ പറ്റില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്ലോ ആയിട്ടേ വരുള്ളൂ, മനസ്സിലായോ. അന്ന് സ്പീഡിൽ ഓടിയപ്പോ ഇറങ്ങി വരുന്ന ടൈമിലാണ് ഞാൻ ഷിഫിനെ കാണുന്നത്. അതോടെ മതിയായി. അന്ന് കൂടിയതാണ് ഈ ജിന്ന് എന്നോട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് ആശിക്കാൻ ഒരു അനിയന് തുല്യമായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയും, മറച്ചു വെക്കൂല. ഒരു വഴക്ക് കൊടുത്താലും കേട്ടോണ്ടിരിക്കും. അത് ചിലപ്പോൾ എൻ്റെ ഭാഗത്തായിരിക്കും തെറ്റ്, ഞാൻ പറഞ്ഞാലും അത് കാണിക്കുന്ന തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. പക്ഷെ ഞാൻ ചില സമയത്ത് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന റെയറായിട്ടേ ഉള്ളൂ. ഇന്ന് എൻ്റെ അടുത്ത് വന്നോണ്ടിരുന്നപ്പം 9 മണിക്ക് പക്ഷെ ഇന്ന് വന്നോണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പാള എത്തിയ ആൾ 20 മിനിറ്റ് ആയിട്ടും കാണുന്നില്ല. അതായത് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഞാനും കൂടെ പോസ്റ്റ് വിടാം, 20 മിനിറ്റ് ആയിട്ട് കാണില്ല. അപ്പം ഞാൻ വിളിച്ചിട്ട് ഇവൻ പാള എത്തി എന്നല്ലേ പറഞ്ഞു. ഞാൻ മറ്റേ കേരള യൂണിവേഴ്സിറ്റിയുടെ റൗണ്ട് ഫോട്ടോ ഒക്കെ കഴിഞ്ഞ് എത്തി എന്നല്ലേ പറഞ്ഞു. ഹലോ, എവിടെ പാള എത്തി? 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചോ. ഞാൻ പറഞ്ഞു, നീ ലൂപ്പിലാണ്, എന്താണ് എൻ്റെ അടുത്ത് കള്ളം പറയില്ല, നീ എന്താണ് സംഭവം എന്ന് പറ, എവിടെ എത്തി? അതായത് വീണ്ടും പാളയത്തിറന്ന് കറങ്ങുന്നോ, എനിക്ക് ഡൗട്ട്. അപ്പം ഞാൻ വീണ്ടും സത്യം പറയാം, എവിടെ എത്തി? പാളയത്ത് എത്താൻ പോകുന്നേ ഉള്ളൂ, സോറി. അപ്പം വേറെ ഏതോ പാളയത്ത് നിന്നുകൊണ്ട് ആ പേര് മാറ്റി പാളയം എന്ന് പറയുന്ന സാധനം, അതിന് ചെറിയൊരു വഴക്ക് കൊടുത്തു. പക്ഷെ അതെല്ലാം നിന്ന് ഇല്ല, ഇവിടെ കോഴിക്കോട് പാളയം മാർക്കറ്റ്. അപ്പൊ അവിടെ ആയിരിക്കും നിന്നിരുന്നത്. കോഴിക്കോടുള്ള ഞാൻ ഇത്ര അപ്പോൾ എല്ലാ കാര്യത്തിനും സപ്പോർട്ടിനും എന്തുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ജോൺ ബ്രിട്ടാസി ഇടയ്ക്ക് ഒരു നിയമസഭയിൽ അല്ല രാജ്യസഭയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ AR റഹീം ബാക്കിൽ നിന്ന് ഭയങ്കര രസമുണ്ട്. അതുപോലെ ഞാൻ എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യും. 33 ഗസ്റ്റ് പോഡ്കാസ്റ്റിൽ ഞാൻ സജസ്റ്റ് ചെയ്തു, അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ എല്ലാത്തിനും ഒറ്റ ഒരു സൂപ്പർ അടിച്ചു കയറി കൊണ്ടുപോവാ അയാളിനെ. അഭിപ്രായം വിളിക്കുകയോ ഒന്നുമില്ല, അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ഞാൻ എന്തിനുമുണ്ട്. ഞാൻ അവസാനം പറഞ്ഞു, എൻ്റെ ഉമ്മയെ കൊണ്ടുവാ പോഡ്കാസ്റ്റിൽ ഇരുത്താം, അങ്ങനെ പറഞ്ഞു സീരിയസ് ആയിട്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ മോള് ദുവാ കൊണ്ടുവാ, സംസാരിക്കില്ല പക്ഷെ കൊണ്ടുവാ, പൊളിക്കാ, കൊണ്ടുവാ, അങ്ങനെ ഫുൾ സപ്പോർട്ട് വരുന്ന ഒരു തരം ഒരു സൂപ്പർ ആളാണ് നമ്മുടെ ഷിഫിൻ. ഇനി ഷിഫിനെ പറ്റി പറഞ്ഞു, ഷിഫിൻ എന്ത് ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ. ഞാനിപ്പം ക്ലബ് FM ആലപ്പുഴയിൽ RJ ആണ്.
RJ ക്ലബ് FM ആലപ്പുഴ. പറഞ്ഞ് കയ്യടി. ഞാനും ക്ലബ് FM ആർജയാണ് കേട്ടോ. ഞാൻ 14 വർഷം ആവാൻ പോകുന്നു. ഷിഫിൻ ഇതെന്റെ ക്ലബ് FM ആദ്യത്തെ വർഷം, അല്ലാതെ RJ വന്നിട്ട് ഇതെന്റെ രണ്ടാമത്തെ വർഷം. ജൂലൈ 3 ആകുമ്പോൾ 2 വർഷമാവും. ഇതിനു മുന്നേ വർക്ക് ചെയ്തിരുന്ന ബിഗ് FM ട്രിവാൻഡ്രം ബിഗ് FM. അത് കഴിഞ്ഞ് നേരെ ക്ലബ് FM വന്നു. ഇപ്പം അവിടെ ആലപ്പുഴയില് അത്യാവശ്യം ഒരു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കയറി വരണേ ഉള്ളൂ. വരും അതിന് സമയമുണ്ട്. നമുക്കെല്ലാം നമ്മൾ അറിയുന്നതേ പെട്ടെന്നൊന്നും അറിയില്ല. നമ്മൾ ഒരു വർഷം ഒക്കെ എടുത്ത് നമ്മുടെ സംസാര ശൈലി, നമ്മുടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെഗ്മെന്റ്സ്, ഇതൊക്കെ ആൾക്കാർക്കൊന്ന് പിടിച്ചു വരുമ്പോൾ ഒരു വർഷം എടുക്കും. ആ ഒരു വർഷത്തിൽ ഷിഫിൻ ആലപ്പുഴയിലെ കില്ലാടിയാവും. കില്ലാടി ആവുമ്പോ ഞാൻ ശരിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ യൂട്യൂബറും കൂടെയാണ്. ട്രിവാൻഡ്രം ഡയറീസ് യൂട്യൂബ് ചാനല്, പബ്ലിക് ഒപ്പീനിയൻ. പേടി വന്നു എനിക്ക്. എന്നെ കാണുമ്പോ എല്ലാരും ഓടും. ചേട്ടനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇവിടെ മൈക്ക് ഉണ്ടാന്ന് ചോദിച്ചിട്ട് എല്ലാരും പോകും. പക്ഷെ അവന്റെ ചോദ്യങ്ങളാണ് ഞാൻ പറയാം. ഒരു 5 ചോദ്യങ്ങൾ പെട്ടെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓയോ റൂമിന്റെ ഒരു ചോദ്യം, അതെങ്ങനെയായിരുന്നു? ഓയോ റൂം നാടിന് ആപത്താണോ? അത് ആൾക്കാരെടുത്ത് പബ്ലിക്കലി പെൺകുട്ടികളെടുത്തും ആൺകുട്ടികളെടുത്തും എന്ന് ചോദിക്കുന്നതാണ്. അതില് ഇന്ന ആള് ഇന്ന തലപ്പത്തിരിക്കുന്ന ആളൊന്നൊന്നുമില്ല. എല്ലായിടത്തും പിന്നെ എല്ലാവരും ചോദിക്കും. ഭയങ്കരമായിട്ട് 1 മില്യൺ 2 മില്യൺ ഒക്കെ നിമിഷ നേരം കൊണ്ട് അടിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നിന്റെ അടുത്ത് ചോദിക്കുകയാണ്, കെട്ടാൻ പോകുന്ന ഭാവി വധുവിന്റെ എയ്ഡ് ടെസ്റ്റ് ചെയ്യുമോ ഇല്ലയോ? എയ്ഡ്സ് ടെസ്റ്റ്, HIV ടെസ്റ്റ്. പറയൂ, ആൻസർ പറ. എങ്ങനെ? അത് ചോദ്യം എങ്ങനെയായിരുന്നു? കല്യാണം കഴിക്കാൻ പോകുന്ന പാർട്ട്ണറിന് HIV ടെസ്റ്റ് നിർബന്ധമാക്കണോ? നിർബന്ധമാക്കണ്ട. ഉണ്ടായില്ലെന്ന് പിന്നെ എങ്ങനെ അറിയാൻ പറ്റും? പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ, കോണസ്റ്റ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ നിങ്ങളെ സുഖം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അതിന്റെ പിന്നിലൊരു കഥ ഉണ്ട്. അതെനിക്ക് പറഞ്ഞു തന്ന ആ കണ്ടന്റ് ഇട്ട് 5-6 മില്യൺ എന്തോ ആണ് അടിച്ചത്. മാത്രമല്ല ഭയങ്കര റീച്ച് ഉണ്ട്. അതിനെ വേറെ ചാനലുകൾ കൊണ്ട് അവന്മാര് റീച്ച് ഉണ്ടാക്കി. പക്ഷെ അത് എന്റെ കണ്ടന്റ് അല്ല, എനിക്ക് വേറൊരാൾ പറഞ്ഞു തന്നെയാണ്. ആര് പറഞ്ഞു തന്നെന്ന് പറ. അല്ല, അവൻ എങ്ങനത്തെ ചോദ്യങ്ങളാണ്. സ്വന്തമായിട്ട് അവൻ എടുത്ത റൂമാണ്. ഇന്നലെയും കൂടെ നീ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ താഴെ ഞാൻ നീയാണ്, അപ്പൊ അതിന്റെ താഴെ നീ കമന്റ് പക്ഷെ അതിന് ലൈക്ക് ചെയ്തില്ല. അങ്ങനെ ഞാൻ പോയി ലൈക്ക് ചെയ്ത 2 ആക്കിയിട്ടുണ്ട്. നിന്റെ ലൈക്ക് ആണെന്ന് ബാക്കിയൊക്കെ. അതായത് എന്റെ വീഡിയോ എന്നെക്കാട്ടിലും കൂടുതൽ റീച്ച് ഉണ്ടാക്കണ വേറെ കുറെ പേജുകളാണ്. അതിനെ ഡൗൺലോഡ് ചെയ്തെടുത്ത് അങ്ങനെ അവന്മാർ കൊണ്ടുപോകും. സിറ്റുവേഷൻഷിപ്പ് ഓർ റിലേഷൻഷിപ്പ്. അപ്പൊ ഇങ്ങനത്തെ കുറെ അധികം ചോദ്യങ്ങൾ ചോദിച്ച് പബ്ലിക് ഒപ്പീനിയൻ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും വ്യൂസ് ഉണ്ടാക്കി ഹരം കണ്ടെത്തി വീട്ടിലിരുന്ന് അതിന്റെ ലൈക്കും എണ്ണി മറ്റുള്ള പാവപ്പെട്ട പയ്യന്മാരുടെയും പെൺകുട്ടികളുടെയും റാക്ക് മേടിച്ച് സുഖിച്ചിരിക്കുന്ന ഒരു തരം എന്താ പറയാ, ഒരു ഇഷ്ട സിംബയോട്ടിക്. അതായത് അവിടെ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ വീഡിയോ എടുക്കണ എനിക്ക് അധികം തെറിവിളി കിട്ടൂല. ഒപ്പീനിയൻ പറയുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ തെറിവിളി. ഇട്ടോ എന്നൊക്കെ പറയും ഈ എടുക്കുന്ന ആള്. ഇടാനൊക്കെ പറയും. എന്നിട്ട് ഈ വീഡിയോ വൈറലായി കത്തി അതിൻ്റെ അകത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേട്ട് വരുമ്പോ അവര് പറയും, ബ്രോ ഞാനത് വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യാമോ? ബ്രോയിൽ ഇടാൻ പറഞ്ഞത് അല്ല, ഇത് എന്റെ വീട്ടുകാരറിഞ്ഞു. 2 കേസ് വന്നിട്ടുണ്ട് മാനനഷ്ടത്തിന്, അറിയാമോ? കടവന്തറ പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നെ ഒന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്നും. അതായത് അവരെ എനിക്ക് മെസ്സേജ് അയച്ചപ്പോ ഞാൻ കണ്ടില്ല. അല്ല, എനിക്ക് ശരിക്കും പേടിയാവുന്ന ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പോഡ്കാസ്റ്റിൽ ഇവ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേസാവോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ കൊച്ചിന്ന്, അതായത് കൊച്ചിന്ന് IFFK കാണാൻ വേണ്ടിയിട്ട് 2 പേര് വന്നു. ഞാൻ പോയി ചോദ്യം ചോദിച്ച് അവർ മെസ്സേജ് അയച്ച് വീഡിയോ റിമൂവ് ചെയ്യാൻ. ഞാൻ അത് കണ്ടില്ല. കാണാതെ വന്നപ്പോൾ അവർ നേരെ കൊണ്ട് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. ചോദ്യം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു IFFK എന്ത് ചോദിച്ചാൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടുതലാണ്. ഈവൻ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഫ്രസ്ട്രേഷൻ കൂട്ടും. നമുക്ക് ആ സാധനമൊക്കെ കണ്ടിട്ട് തന്നെ കുറെ നാളായി. ഓക്കെ. അപ്പോൾ ഇതാണ് ഷിഫിൻ. അപ്പോൾ ഷിഫിനെ പറ്റിയിട്ട് ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഷിഫിന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നിങ്ങൾക്ക് അറിയാം. ഷിഫിൻ 10 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഇപ്പം മാറ്റി RJ ഷിഫിൻ. ഷിഫിൻ 10 എന്താ? മെസ്സി 10 അതാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, എനിക്ക് 10 എന്ന് പറയുന്ന നമ്പറിന്റെ അടുത്ത് ഭയങ്കര. പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണല്ലോ ജീവിതത്തിൽ. അപ്പൊ 7 ആണല്ലോ പുള്ളി. അല്ല, 7 അല്ല. എനിക്ക് പക്ഷെ 10 ഇഷ്ടം. 10 എന്ന് പറയുന്നത് ആദ്യത്തെ 2 അക്ക നമ്പർ. പിന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയതുകൊണ്ട് 10 എനിക്ക് ഭയങ്കര പ്രിയം. അതുകൊണ്ട് ഷിഫിൻ 2 എന്നിട്ട് പിന്നീട് അത് മാറ്റി RJ ഷിഫിൻ എന്നാക്കി. മനസ്സിലായി.
ആശയ്ക്ക് നേരത്തെ പറഞ്ഞ ഫസ്റ്റ് സാലറിയിൽ മേടിച്ച കഥയെ പറ്റി പറഞ്ഞു. എനിക്ക് ഭയങ്കര അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എല്ലാവരുടെ ജീവിതത്തിലും കാണും ഫസ്റ്റ് സാലറി എന്ത് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ സാലറി കിട്ടിയ കഥയെ പറ്റി പറയുകയാണെങ്കിൽ ഷിഫിനെ, ഞാൻ എൻ്റെ വീട്ടിൽ 2 AC വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു റൂമിൽ AC വെക്കണമെന്ന് പറയുന്നൊരു ആഗ്രഹം. അതൊക്കെ ഞാൻ എൻ്റെ സാലറിയിൽ കൂടെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ബുള്ളറ്റ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ബുള്ളറ്റിന് അതിന് മുന്നേ ഒരു യൂണിക്കോൺ ഉണ്ടായിരുന്നു ബൈക്ക്. അത് മേടിച്ചത് ഉമ്മ മാല എന്തോ തന്നിട്ട് അങ്ങനെ, എന്നിട്ട് ഞാൻ സാലറിയിൽ കൂടെ കൊടുത്ത് അത് മാല എടുത്തു തിരിച്ച്. ബുള്ളറ്റ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് ഞാൻ സാലറി കൂടെ, എൻ്റെ സാലറി കൂടെ, എനിക്ക് അന്നം തരുന്ന ഞാൻ ചെയ്യുന്ന RJ ജോലി കൂടെയാണ് ഇതെല്ലാം ഈ സ്വപ്നങ്ങളൊക്കെ നേടുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലും നമ്മുടെ RJ ലൈഫിൽ. അപ്പോൾ എൻ്റെ ആദ്യ സാലറി ഞാൻ ഇപ്പം ഓർക്കുന്നത് എന്താ, നമ്മൾ ആദ്യ സാലറി കിട്ടിയപ്പം ഉമ്മാക്കും വാപ്പാക്കും പൈസ കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പ് അങ്ങനെയൊക്കെ ചെയ്തതാണ് എൻ്റെ ആദ്യ സാലറി ഓർമ്മ. ഭയങ്കര ഒരു ഫീലാണത്. ആശിക്കിനെ പോലെ ഞാൻ ഗെയിമിങ് അഡിക്ഷൻ ഉണ്ട്, അവൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ കളിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനത്തെ സാധനമൊന്നും വാങ്ങിക്കാനുള്ള, പക്ഷെ പയ്യെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, എൻ്റെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം. പക്ഷെ അതൊക്കെ മേടിച്ച് നമ്മുടെ പൈസയ്ക്ക് മേടിച്ചിട്ട് നമ്മളത് സെറ്റപ്പ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആശിക്ക് പറഞ്ഞില്ല, ആ ഗെയിമിങ് ഈ എന്താ പറയുക, ഗ്രാഫിക് കാർഡ് മേടിച്ച് അതിൽ ഗെയിം കളിച്ചിട്ടുള്ള ഒരു സുഖം എന്ന് പറയുന്ന സാധനം, ആ AC ഓണാക്കി ആ റൂമിൽ സ്വന്തമായിട്ടൊരു രാജകീയ ഫീലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, ഒരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാലറിയിൽ നിന്ന് മേടിച്ച്. ഷിഫിൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യ സാലറി എന്താണ് ചെയ്തത്? 6000 രൂപ. ഞാൻ എവിടെ പോയെന്നറിയോ, ഞാൻ സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തു. 6000 രൂപ. 6000 രൂപ, അതില് 5500 EMI പിടിച്ച് 500 രൂപ ബാക്കി. 3000 രൂപ പെട്രോൾ അടിക്കാൻ പോയി. ബാക്കി 3000 രൂപ 2000 ചിട്ടി 1000 രൂപ ബാക്കിയുണ്ട്. ഇപ്പോഴും അത് ബാക്കിയുണ്ടെന്നാണോ പറയുന്നത്? അല്ല, അന്ന് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ജോലിക്ക് പോകുമ്പോ പെട്രോൾ അടിക്കണ്ടേ? ബുള്ളറ്റ് ആക്റ്റീവ് മാറി പോയി. അത് ഓരോ തവണ പോകുമ്പോൾ പോലീസ് പിടിക്കും, അപ്പം മാറി ഉപയോഗിച്ചോണ്ടിരിക്കും. അതോടെ ഞാൻ ജോലി നിർത്തി. ഒരു വർഷം വർക്ക് ചെയ്തു, മതിയായതോടെ. ഞാൻ വേറെയും കുറെ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ജോലിക്ക് വരും മുന്നേ ഞാൻ ഈ ട്രേയിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഈ മാർജിൻ ഫ്രീയുടെ ഫ്രണ്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ട്. അത് ഈ ബിസ്ക്കറ്റ്, പുതിയ തരം ബിസ്ക്കറ്റ് എന്തോ അന്ന് ഇറങ്ങിയപ്പം, ഈ പാർലിജി പോലെ എന്തോ ഒരു ബ്രാൻഡ്, ബിങ്കോ പോലത്തെ ഒരു സാധനം, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രേ വെച്ചിട്ട് കടകളുടെ മാർജിൻ ഫ്രീയുടെ ഫ്രണ്ടിൽ നിൽക്കണം. അപ്പോൾ 40 പാക്കറ്റോളം ബിസ്ക്കറ്റോ ലേസോ എന്തോ കവർ, ലേസ് അല്ല വേറെ ഏതാണ്, അത് പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ട്രേയിൽ അവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അങ്ങനെ ഒരു ടേസ്റ്റിംഗ് സെഷൻ പോലെ ഞാൻ വെളിയിൽ നിൽക്കണം. അന്ന് നിൽക്കുന്നതിന് 300 രൂപയോ 400 രൂപ എന്തോ തരുമായിരുന്നു അന്നത്തെ കോളേജിൽ പഠിക്കുന്നത്. കാരണം എനിക്ക് ഫോണിൽ റീചാർജ് ചെയ്യണം, സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ കാശ് വേണമല്ലോ. വീട്ടിൽ നിന്ന് എത്രയെന്ന് പറഞ്ഞ് ചിലപ്പം ഉച്ചയ്ക്കൊന്നും ഫുഡ് കഴിക്കൂല, വീട്ടിൽ നിന്ന് ചോറ് കഴിക്കാൻ വേണ്ടി 30 രൂപയൊക്കെ തരും. അത് ഞാൻ പോക്കറ്റിൽ വെച്ചിട്ട് അത് സേവിങ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില സമയം ഉച്ചയ്ക്കൊന്നും ഭക്ഷണം കഴിക്കൂല, അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. കാരണം വീട്ടുകാരുടെ അടുത്ത് പറയാനും പറ്റൂല. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചുമ്മാ കോമഡിക്ക് അറിയുന്നത്. അപ്പം ഈ ഒരു സാധനം ഞാൻ ട്രേയിലൊക്കെ വെച്ച് ബിസിനസ് ചെയ്തിരുന്നു. പക്ഷേ ഈ എത്രയെന്ന് പറഞ്ഞ ആൾക്കാരെടുക്കും. അപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു, ഈ ട്രേയിൽ സാധനം തീരുന്നില്ല. അങ്ങനെ ഞാൻ പകുതി എൻ്റെ ബാഗിൻ്റെ അകത്ത് തന്നെ ആക്കി ഈ പാക്കറ്റിലുള്ള സാധനം വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ ഇത് പെട്ടെന്ന് തീരുകയും ചെയ്യും. മനസ്സിലായില്ല? ഇപ്പൊ കേൾക്കുന്ന അവര് പ്രാവുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ബിസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് പൂട്ടി. അതിപ്പോ ഇല്ല, നമ്മള് അത് നഷ്ടപ്പെടുത്തിയല്ലേ, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. മനസ്സിലായി? അങ്ങനെ ഞാൻ പൈസയൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. അങ്ങനെ 6000 രൂപ. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ, അതായത് നിങ്ങൾ RJ ആയത് എങ്ങനെയെന്ന് പറയോ? അതായത് ഞാൻ RJ ആയത് വലിയൊരു കഥയാണ്. ഇപ്പൊ നിങ്ങൾ RJ ആയതോ? അല്ല, ഞാൻ RJ ആയത് എനിക്ക് അന്നേ പത്രം വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതെന്തോ എനിക്കറിയില്ല, കോളേജിൽ പഠിച്ചിരുന്നപ്പോ ഇഷ്ടമുള്ള പേജൊക്കെ വായിക്കും. ചരമ പേജ് അല്ല, ഞാൻ വായിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോർട്സ് പേജ് വായിക്കുള്ളൂ. ഞാൻ സ്പോർട്സ് ആണ്. അപ്പൊ സ്പോർട്സ് പേജ് വായിച്ച് ഈ കക്കൂസി ഇരുന്നാണ്. കക്കൂസി ഇരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ക്രിയേറ്റീവ്പരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ തോന്നുന്നതും പത്രത്തിൽ ഓരോ പടങ്ങൾ കാണുമ്പോൾ അവരെ പറ്റി ചിന്തിക്കുകയും അവരെങ്ങനെയാണ് മരിച്ചതും ഇതൊക്കെ വായിക്കും. ഇപ്പൊ സെഞ്ചുറി അടിച്ചത് കക്കൂസി ഇരുന്ന് അപ്പോഴായിരിക്കും നമുക്കൊരു ഫീൽ കിട്ടുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ചത് അതൊക്കെ അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഈ പത്രം മറിച്ച് പോയപ്പം ഇതേപോലെ RJ ഹണ്ടിൻ്റെ ഒരു പരസ്യം കണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കൊള്ളാമല്ലോ, ഇതെനിക്ക് പറ്റിയ ജോലിയായിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ അടുത്ത ദിവസം പത്രത്തിൽ നിരന്തരമായിട്ട്, മാതൃഭൂമി പത്രമായിരുന്നു, നിരന്തരമായിട്ട് ഈ പരസ്യം വരുന്നുണ്ട്. ഇത് എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തു.
അത് കൊള്ളാമല്ലോ, ഇത് പോയി ഒന്ന് സെറ്റപ്പ് ചെയ്ത് കൊള്ളാമല്ലോ ചെയ്യാൻ. ഞാൻ സംസാരിക്കും, മാത്താളം അടിക്കുന്ന ആളാണ് കോളേജിൽ. അങ്ങനെ ഇരിക്കെ ജിതിൻ ലാലൊക്കെ റോഡി വെച്ചിട്ട് അജയന്റെ 2ാം മോഷണം അവൻ്റെ കൂടെ പഠിച്ചാണല്ലോ. അപ്പോൾ അവൻ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറയണം, എടാ നീ ഇങ്ങനെ നിൽക്കാതെ ഈ RJ Hunt ഇല്ലേ ജിതിൻ ബ്രോ. അന്നത്തെ ജിതിൻ ബ്രോ അല്ലേ ജയം ബ്രോ, ഒന്നുമില്ല നടക്കുന്നത്. ഭയങ്കര സെറ്റപ്പാണ്. ജിതിൻ ലാലൊക്കെ അന്ന് റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ കോളേജ് പഠിക്കുന്നില്ല, അങ്ങോട്ട് ഒരു സെറ്റപ്പ് സപ്ലി അടിച്ച് അങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സെറ്റപ്പാണ്. അപ്പൊ അവൻ അന്ന് റോഡ് നീ പോ അങ്ങനെ പോയി സെറ്റപ്പ് പറയുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് ഇയർ എന്തോ ആയിരുന്നു കഴിയാൻ വേണ്ടി ലാസ്റ്റ് ഇയർ കഴിഞ്ഞ് നിൽക്കുന്നത് അങ്ങനെ എന്താണ് കോളേജ് വിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അല്ല, ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് നിങ്ങൾ പോകുന്നത്. എന്തോ ഒരു സംഭവമാണ്. തീരാറായി. കൊച്ചിയിൽ ഡ്രീം ഹോട്ടലില് അങ്ങനെ RJ Hunt അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണെങ്കിൽ പോട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റ മൈൻഡ്. അന്ന് ഒബ്രോൺ മോൾ കിട്ടില്ലായിരുന്നു, ലുലു മോളൊന്നുമല്ല, ഒബ്രോൺ മോളാണ്. അന്ന് കൊച്ചി പോയി കഴിഞ്ഞാൽ ഒബ്രോൺ മോളാണ്. എന്തൊരു വേറെ ഏതൊരു മോൾ, പക്ഷെ ഒബ്രോൺ ആണ് കൂടുതൽ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ കൊച്ചി പോകുന്നു, കൊച്ചി ചെന്ന് ഇറങ്ങുന്നു. എൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, അർജുനും അഭിലാഷ്. ഇവർ രണ്ടും എനിക്ക് കൂട്ടുവന്നു. അവർ ജട്ടി കയറി പോയി, മീൻസ് ബോട്ട് ജട്ടി കയറി. ഞാൻ നേരെ ഡ്രീംസ് ഹോട്ടലിൽ രാവിലെ പോകുമ്പോൾ ഒരു അനന്തസാഗരം, ഒരു 600-700ഓളം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞെട്ടി. അപ്പൊ ഇങ്ങനെ കയറിയപ്പോൾ ഞാൻ റേഡിയോക്ക് ഇത്ര ആൾക്കാർ കേൾക്കൂടെ. പക്ഷെ ആൾക്കാർ അന്ന് പത്രത്തിൻ്റെ ഇമ്പാക്റ്റ്, മാതൃഭൂമി പത്രത്തിൻ്റെ ഇമ്പാക്റ്റിൽ നോക്കിയപ്പോൾ 700ഓളം പേരിരിക്കുന്നത്. ഞാൻ ട്രെയിനിൽ ഇരുന്ന് ഒരു സാധനമൊക്കെ പ്രിപ്പയർ ചെയ്ത് പോകുന്നു. അവർ കൊടുത്തിരുന്നത് ഇത് ചക്കയുടെ ഫോട്ടോ അടിച്ചിട്ട് ഇത് ചക്കയല്ലാന്ന് നിങ്ങൾ തെളിയിച്ച് കാണിക്കണം എന്ന് പറയുന്ന ഒരു സാധനം. ഇതാണ് ഫസ്റ്റ് പത്രത്തിൽ വന്നത്. പിന്നെ മാങ്ങയെ കാണിച്ചിട്ട് മാങ്ങ എല്ലാം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്നാ വാ. അടുത്ത ദിവസം പൈനാപ്പിൾ അണിച്ചത് പൈനാപ്പിൾ ആണ് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്നാ വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓരോ ദിവസം ഓരോന്നും തെളിയിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയായിരുന്നു ട്രെയിനിൽ പോകുമ്പോൾ തെളിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പം തെളിയിക്കേണ്ട ടോപ്പിക് എല്ലാം നമുക്ക് തന്നത് ഞാൻ ചക്ക പ്രതീക്ഷിച്ച് പോയപ്പോൾ അവര് വേറെ ഒരു ലെവൽ ടോപ്പിക് ഹൈലൈറ്റ് ആയിട്ട് ഇട്ടതാണ്. അപ്പൊ അവിടെ അതാണ് ബുദ്ധി, മനസ്സിലായില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ അതിലൊരു കാര്യമില്ല. അപ്പം എങ്ങനെയാണ് നമ്മുടെ സ്പോണ്ടേനിയസ്. അങ്ങനെ 3 റൗണ്ട് ഉണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് ഞാൻ കൊച്ചി കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ രാത്രി 7:30-8 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 3 റൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് അപ്പോഴും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നെ എടുക്കുമെന്ന്. കാരണം അവിടെ ഇരിക്കുന്നവരെല്ലാം ഭയങ്കര ചിരിച്ച് ഞാൻ വെറുപ്പിക്കൽ ഡാൻസ് കാണിക്കുന്നു. അങ്ങനെ ഇറങ്ങി ഒരു 4-5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ മ്യൂസിയത്തിൽ നിന്നപ്പം എൻ്റെ കൂട്ടുകാരനായിട്ട് നിന്നപ്പോൾ എനിക്കൊരു കോൾ വരുന്നു. HR ഗൗരി വിളിക്കുന്നു, നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കിടന്ന്. ആ ഗൗരി മാം ഇപ്പോഴും ഉണ്ട് അല്ലേ? ഗൗരി മാം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഗൗരി ഇങ്ങനെ വിളിച്ച് പറയുന്നത് ഞാൻ ആർമാദിച്ചു. അവിടുത്തെ സിംഹം വരെ എൻ്റെ അടുത്ത് ഹൈഫൈ അടിക്കാൻ വേണ്ടി അമ്മാതിരി ഒച്ചയിൽ ഞാൻ കിടന്ന് ഭയങ്കര ബഹളം കൂടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യ ജോലി. അത് ഇപ്പോഴും എൻ്റെ ആദ്യ ജോലിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൻ്റെ അടുത്തുനിന്ന് ഉമ്മ വാപ്പാന്ന് വിളിച്ചാൽ കേൾക്കാം, അത്രയും തൊട്ടടുത്ത്. ഏറ്റവും ഭാഗ്യം ചെയ്തത് മായി മച്ചാനാണ്. കാരണം വീടിന്റെ തൊട്ടടുത്ത് ഓഫീസ്, തൊട്ടടുത്ത് വീട്. പേടിയാന്ന്. മാഹിൻ നാളെ മുതൽ നാളെ കോൾ വരും. മാഹിൻ കണ്ണൂർ ട്രാൻസ്ഫർ ആയിരിക്കുന്നു. അതാണ് എൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. എനിക്ക് ജോലി കിട്ടിയ ഒരു സാധനം. ഇവന്റെ കേൾക്കണ്ടല്ലോ, വേണ്ട. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളത്, ക്ലബ് FM വരണമെന്ന്. കാരണം അഞ്ജലി മാമാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയണത്. ചായ് വിത്ത് മാഹി മച്ചാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ ഏതോ ഒരു ഐലൻഡിൽ വെച്ചിട്ട്, ട്രാവൻകൂർ ഐലൻഡ്. അന്ന് കോളേജിൽ 2nd ഇയർ പഠിച്ചിരുന്നു. അപ്പം അവിടെ വെച്ചിട്ടാണ് അഞ്ജലി മാം വന്നിട്ട് എന്നോട് പറയണത്, ഷിഫിൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആവണുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും എന്തോ ഒരു ഫ്യൂച്ചർ ഉണ്ട് ഇങ്ങനെ പറഞ്ഞ്. അവിടെയാണ് എനിക്ക് അടിച്ചത്. എന്നിട്ട് പിറ്റേന്ന് തന്നെ ഇത് ക്ലബ് FM ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ്. ഇൻ്റർവ്യൂവിൽ കയറി ചെന്നപ്പോൾ മായി മച്ചാനും ആമി ചേച്ചിയാണെന്ന് തോന്നുന്നു, ആമി ചേച്ചി ശിഖ ചേച്ചി ഉണ്ടെന്ന്. ഇവർ 3 പേരും കൂടെ അവിടെ നിന്ന് റീൽ ചെയ്യണം. അപ്പം ഞാൻ ഇരുന്ന് ആലോചിക്കുകയാണ്, ഒരു ഓഫീസിൽ ഇങ്ങനെ റീലൊക്കെ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു റീലോ ഓഫീസിൽ അങ്ങനെ ഒരു സാധനമോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ നേരത്തെ മനസ്സിലായി സ്ട്രെയിറ്റ് ഫോർവേഡ്. അത് കണ്ടപ്പോ എനിക്ക് RJ ആവണം. അങ്ങനെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചത്, പിന്നെ അങ്ങോട്ട് പോണത്. അവിടെ നിന്നാണ് എനിക്ക് സ്പാർക്ക് അടിക്കുന്നത്. RJ അങ്ങനെ ഒന്നുമില്ല. സിനിമ അഭിനയിക്കണോ നിങ്ങൾക്ക്? പക്ഷെ എനിക്ക് അഭിനയിക്കണം. ഇത് പറഞ്ഞപ്പോ എനിക്കൊരു ഇത് വന്നടാ. ഞാൻ ഒരു ഇത് മറ്റേ കോളേജ് പഠിക്കുമ്പോ ഇതുപോലെ ബസ് കയറിയപ്പം
ബസ്സിൽ കയറി പോവാണോ ലോ ഫ്ലോറിൽ. അപ്പൊ ആ സമയത്ത് ഇതുപോലെ എന്തോ പറ്റിയെന്ന് വെച്ചാൽ എന്റെ അടുത്തൊരു ചേച്ചി ഇരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരി നമ്മളങ്ങോട്ട് അപ്പം പുള്ളിക്കാരി എന്തോ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത് ടെക്നോ പാർക്കിലാണെന്ന് പറഞ്ഞു. അപ്പൊ ബസ് അന്ന് നമ്മൾ ടെക്നോ പാർക്ക് ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഈ ബസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ബസ്സുകൾ ഈ ടെക്നോ പാർക്കിന് അകത്ത് പോയി ഡ്രോപ്പ് ചെയ്തിട്ട് കറങ്ങി വരും. അപ്പൊ ഇതേപോലെ ഇത് എന്താ വെച്ചാൽ അവര് പുള്ളിക്കാരി ടെക്നോ പാർക്കിൽ സ്റ്റോപ്പ് ഉണ്ട്. ഇത് നേരെ ടെക്നോ പാർക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം. നീ ഇപ്പൊ പറഞ്ഞൊരു സാധനമാണ് നിനക്ക് അവരൊക്കെ ഒന്ന് റീലെടുക്കണം. അപ്പൊ അതുപോലെ അകത്ത് കയറി ഫുള്ള് ആ ഒരു ഇൻഫ്രായും എല്ലാം കണ്ടപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഇവിടെ ജോലി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും ഒരു തവണയെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ടെക്നോ പാർക്കിൽ നമ്മളെ പണ്ട് കോളേജിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇവിടെയാണ് നിങ്ങൾ ഭാവിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്, വിപ്രോ കമ്പനി അങ്ങനെയൊക്കെ കൊണ്ട് കാണിച്ചു. ഭയങ്കര കൗതുകമാണ്. നമ്മളെവിടെയെന്ന് അറിയുമ്പോൾ കൊണ്ട് കാണിച്ച ലുലു മാളില് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സമയത്ത് ലുലു മാൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഇവിടെ തിരുവനന്തപുരത്ത്. നിങ്ങൾ നാളെ ഇവിടേക്കാണ് വന്ന് ജോലി ചെയ്യണം. മാറ്റി സെറ്റ് നാളെ ചിലപ്പോ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മളെ പോഡ്കാസ്റ്റിൽ ചിലപ്പോ യൂസഫ് അലി സാർ ആയിരിക്കും വന്നിരിക്കുന്നത്. അതെ, വരട്ടെ. അതെ, വരട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നുപേരെയും പറ്റി പരിചയപ്പെടുത്തി. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഇങ്ങനെ ആയിരിക്കില്ല. ഇനി നമ്മളോട് സെലിബ്രിറ്റീസ് കാണും. സെലിബ്രിറ്റീസിന്റെ ജീവിത കഥകൾ നമ്മൾ കേൾക്കും. ഉറപ്പായിട്ടും യൂട്യൂബേഴ്സ് കാണും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അതല്ലേ, അതാണ് പറയുന്നത്. പിന്നെ ആർക്കും അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാരും കാണും. അതെ, അവരുടെ സ്റ്റോറീസ് നമുക്ക് കേൾക്കാം ഇതിലൂടെ, അല്ലേ. അങ്ങനത്തെ വ്യത്യസ്തമായ കുറേ അധികം രസികനായിട്ടുള്ള, നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള വിളിക്ക സാധനം, അല്ലേ. അങ്ങനെയാണെ പറയാം. ഇത് ഓക്കാനിച്ചതല്ല. ഇനി ഇപ്പൊ കാറിൽ പോകുന്ന ഒരു പോഡ്കാസ്റ്റ് കേട്ടോണ്ടോ ഓക്കാൻ. ഇത് നമ്മുടെ ഒരു തരം സാധനമാണ്. നമ്മൾ പണ്ടിങ്ങനെ വരും ആ സാധനം, അങ്ങനത്തെ ഒരു സാധനമായിരിക്കും. പോഡ്കാസ്റ്റിൽ ആരെയൊക്കെ കൊണ്ടുവരണമെന്ന് ഉള്ളത് താഴെ കമന്റ്. അവരാരും വന്നില്ലെങ്കിൽ ചിലപ്പോ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കൊണ്ടുവരും. അല്ല, അങ്ങനെയും ചെയ്യാം. കമന്റ് ചെയ്യുന്ന ആരെങ്കിലും ഇനി അവര് പറയും എല്ലാവരും കഥകൾ കേൾക്കട്ടെ. അതായത് പാവങ്ങളുടെ പോഡ്കാസ്റ്റ് ചെയ്യാണ്ട് എല്ലാവർക്കും വരും. ഇത് തട്ടരുത്, ഒടിഞ്ഞു വീഴും. പാവങ്ങളുടെ പോഡ്കാസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ഫ്രഞ്ച് അടിച്ച അവന് ഉമ്മ ഫ്ലോ കളയണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല. ഇതൊക്കെ മൈക്ക് നനഞ്ഞ് തുപ്പിക്കാണോ ഇതൊക്കെ? അത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്കിത് വൈൻഡ് അപ്പ് ആശി. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ്. നമ്മുടെ കഥകൾ ഒരുപാട് കേട്ടു. ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെയാണ്. നമ്മൾ ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. നമ്മളൊരു തുറന്ന പുസ്തകമാണ്. പോഡ്കാസ്റ്റിന്റെ മുന്നിൽ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ മൈക്കിന്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റണമെന്നില്ല. ഏത് മൈക്ക്? നമ്മൾ വർക്ക് ചെയ്യുന്ന മൈക്കിൽ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. RJ എന്ന് പറയുന്ന കരിയറിൽ നമുക്ക് ഓരോന്നിനും ഓരോ ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ പോഡ്കാസ്റ്റിന്റെ എല്ലാ പോഡ്കാസ്റ്റുകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ സ്പേസ് ആണ്. എക്സാക്ട്ലി. അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ലിങ്കിന്റെ ദൈർഘ്യം അല്ലെങ്കിൽ ലെങ്ത് എന്നൊക്കെ പറയുന്ന ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ലിങ്ക് എന്ന് പറയുന്നത് ആ ലിങ്കിലൊക്കെ ഒരു 2 മിനിറ്റ് നല്ല ലിങ്ക് ആണെങ്കിൽ ഒരു 3 മിനിറ്റ് വരെയൊക്കെ പോവാം ഗസ്റ്റ് ഉണ്ടെങ്കിൽ. പക്ഷെ നമ്മളുടെ ടൈമിംഗ് പറയുന്നത് 1.5-2 മിനിറ്റ് ഇതൊക്കെയാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ടൈമിംഗ്. പക്ഷെ നല്ല ബ്ലാ അല്ല, എന്തെങ്കിലും കണ്ടന്റ് വേണം പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതാണ് പോഡ്കാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ടൈമിംഗ് ഇല്ല, എന്ത് സംസാരിക്കാം, നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം. അതാണ് പോഡ്കാസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ നമ്മളെ ക്ലബ് എഫും ഡൗൺ ചെയ്തോ നമ്മളെ റേഡിയോയിൽ കൂടെ എന്നെ ഷിഫിനെ കേൾക്കുന്നുണ്ടെങ്കിൽ 1 മിനിറ്റിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ 1.5 മണിക്കൂർ സംസാരിക്കും. അപ്പോൾ 1 മിനിറ്റ് കേൾക്കാൻ താല്പര്യമുണ്ട് അവിടെ പോയി കേൾക്കുക. 1.5 മണിക്കൂറിന് ഇങ്ങോട്ട് വരിക. അത്രേ ഉള്ളൂ. പോഡ്കാസ്റ്റിന്റെ പേര് മറക്കണ്ട, മച്ചാൻസ് പോഡ്കാസ്റ്റ്, പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ്. അതാണ് നമ്മുടെ ടാഗ് ലൈൻ. അതാണ് പാവങ്ങളുടെ നമ്പർ 1. നമ്മൾ ഈ പ്രമുഖരെ പോലെ ഈ കാർത്തിക് സൂര്യ, അതുപോലെ തന്നെ നമ്മുടെ കുറ്റം പറയണല്ലേ കാർത്തിക് സൂര്യ, ഈഗിൾ ഗെയിമിങ്ങിന്റെ കൊണ പോഡ്കാസ്റ്റ്, അവരൊക്കെ ഹൈ ലെവലാണ്. കാരണം ടൊവിനോ, ദിലീപ് ഏട്ടൻ എല്ലാരും. അല്ല, നമുക്ക് സന്തോഷമേ ഉള്ളൂ, നമുക്ക് അതൊന്നും കിട്ടുന്നില്ല. ചിലപ്പം നമ്മൾ ചിലപ്പോ ഇവിടെ കൂടെ നടന്നു വരുമ്പോ കാലെണ്ണ ഇവിടെ തുടച്ചോണ്ടിരിക്കുന്നത് ചേട്ടനായിരിക്കും. ചേട്ടൻ വിളിച്ചത് ബാർബക്യൂ സ്പേസിൽ നിന്ന് നമുക്ക് വന്ന് ഫാസിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞത്. അതെ, ആരെങ്കിലൊക്കെ നമ്മൾ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് അങ്ങനെയും ചെയ്യും. നമുക്ക് നോക്കാം ഭാവിയിൽ ഇതെങ്ങനെ റണ്ണാവുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ടേറ്റ, ബൈ ബൈ, ലവ് യു ആൾ. എല്ലാവർക്കും സുലാൻ പറഞ്ഞുകൊണ്ട് ജബ്ലാഴ്ചി. ടേക്ക് കെയർ, ബൈ.